Hey guys, welcome back to another video. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന HTMLന്റെ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ ബോഡിയിലേക്ക് വരാം. എന്നിട്ട് നമുക്കൊരു ഹെഡിങ് 2 എടുക്കാം, H2. എന്നിട്ട് നമുക്ക് അതിനകത്ത് എഴുതാം ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ഇൻ HTML. എന്നിട്ട് നമുക്ക് എൻഡ് വന്നിട്ട് സേവ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എൻ്റർ അടിച്ചിട്ട് നമുക്ക് ഫസ്റ്റ് എലിമെൻറ്റ് നമുക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് ടാഗ് നമുക്ക് ബോൾഡ് ടാഗ് എടുക്കാം. ബോൾഡ് ടാഗിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ബി ടാഗാണ്. ഓക്കെ, അപ്പം ബി ടാഗ് ഓപ്പൺ ചെയ്തു, എന്നിട്ട് ക്ലോസ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു വേർഡ് ടൈപ്പ് ചെയ്യാം. നമ്മൾ ഡൽഹി ടൈപ്പ് ചെയ്യാം. എന്നിട്ട് നമുക്ക് എൻഡിൽ ഡൽഹി ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. എന്നിട്ട് നമുക്കിത് സേവ് ചെയ്തിട്ട് നമുക്ക് ബ്രൗസറിൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ കാണാം ഡൽഹി ഈസ് ദി ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഡൽഹി എന്ന ഈ വേർഡ് ബോൾഡായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ടാഗുണ്ട്, അതിൻ്റെ പേരാണ് സ്ട്രോങ് ടാഗ്. അപ്പോൾ നമുക്ക് ഇവിടെ എൻഡിലൊരു ബ്രേക്ക് ടാഗ് യൂസ് ചെയ്യാം. കാരണം നമ്മൾ ബ്രേക്ക് ടാഗ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈൻ ബ്രേക്ക് ആക്കി കിട്ടുന്നതാണ്. അടുത്ത സെൻറ്റൻസ് എഴുതാം, വി ഓൾ നീഡ്. ഇനി നമുക്കിവിടെ സ്ട്രോങ് എന്ന ടാഗ് യൂസ് ചെയ്യാം ഇതുപോലെ. എന്നിട്ട് നമുക്ക് അതിനകത്ത് എഴുതാം ഓക്സിജൻ. എൻഡിൽ നമുക്ക് എഴുതാം ടു സർവൈവ് ഓൺ എർത്ത്. എൻഡിലൊരു ബ്രേക്ക് ടാഗ് യൂസ് ചെയ്യാം, സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്സിജൻ എന്ന വേർഡ് ബോൾഡായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇത് ബോൾഡല്ല, സ്ട്രോങ് ടാഗാണ്. ഓക്കെ, അപ്പോൾ ഈ മോളിൽ കാണുന്നത് ബോൾഡും ഈ കാണുന്ന സ്ട്രോങ് ടാഗും ഏകദേശം ഒരുപോലാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്ത സെൻറ്റൻസ് നമുക്ക് എഴുതാം. അടുത്ത ടാഗ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഐ ടാഗാണ്, ഇറ്റാലിക് ടാഗാണ്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി എഴുതാം virtue of the world is in. ഇനി അടുത്ത ഐ ടാഗ് നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് എഴുതാം അതിൻ്റെ ഉള്ളിൽ മാത്തമാറ്റിക്സ്. എന്നിട്ട് എൻഡ് വന്നിട്ട് ഒരു ബ്രേക്ക് ടാഗ് കൊടുക്കാം, സേവ് ചെയ്യാം, ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു മാത്തമാറ്റിക്സ് എന്ന വേർഡ് ഒരു ചരിഞ്ഞ ഒരു സ്റ്റൈലിൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് ഇറ്റാലിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇറ്റാലിക് ടാഗ് യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ആണ്. ഇനി അടുത്തത് ഇതുപോലെ തന്നെ മറ്റൊരു ടാഗുണ്ട്, അതിൻ്റെ പേരാണ് എംഫസൈസ് ടാഗ് എന്ന് പറയും. അതിന് EM എന്നാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ എഴുതാം റോസസ് ആർ. എന്നിട്ട് നമുക്ക് EM ടാഗ് യൂസ് ചെയ്യാം. എന്നിട്ടിവിടെ റെഡ് എന്ന് എഴുതിയിട്ട് എൻഡ് വന്നിട്ട് ഒരു ബ്രേക്ക് ടാഗ് കൊടുക്കാം, സേവ് ചെയ്യാം, ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ ഒരു ചരിഞ്ഞൊരു സ്റ്റൈൽ കാണാൻ കഴിയുന്നുണ്ട്, ഇറ്റാലിക് സ്റ്റൈൽ മാതിരി തന്നെ. ഓക്കെ, ഇനി അടുത്ത ടാഗാണ് നമ്മുടെ മാർക്ക് ടാഗ്. അതിനു വേണ്ടി അടുത്തൊരു സെൻറ്റൻസ് എഴുതാം, പ്ലീസ് വേക്ക് me up at. അടുത്ത ടാഗാണ് മാർക്ക് ടാഗ്. അപ്പോൾ നമുക്കത് ഇവിടെ എഴുതാം മാർക്ക്. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 5 AM എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് എൻഡിൽ എഴുതാം ഫോർ എക്സർസൈസ്. ഒരു ബ്രേക്ക് ടാഗ് കൊടുക്കാം, സേവ് ചെയ്യാം, ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു യെല്ലോ കളറിൻ്റെ ഹൈലൈറ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതിനെയാണ് മാർക്ക് ടാഗ് എന്ന് പറയുന്നത്. മാർക്ക് ടാഗ് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യുന്ന അതുകൊണ്ടാണ് മാർക്ക് ടാഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ടാഗ് നമുക്ക് യൂസ് ചെയ്യാം, അതിൻ്റെ പേരാണ് സ്മോൾ ടാഗ്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി അടുത്ത സെൻറ്റൻസ് എഴുതാം, സ്നെയിൽ is a
എന്നിട്ട് സ്മോൾ ടാഗ് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ സ്മോളസ്റ്റ്, എന്നിട്ട് അവസാനം നമുക്ക് എഴുതാം ക്രീച്ചർ ഇൻ ദി വേൾഡ്. ബ്രേക്ക് ടാഗ് കൊടുക്കുക എൻഡിൽ. സേവ് ചെയ്യാം. എന്നിട്ട് ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ലെറ്റേഴ്സും ഒരേ ലെവലിലാണ് അല്ലേ? പക്ഷേ സ്മോളസ്റ്റ് എന്ന ഈ വാക്ക്, ഈ ഒരു വേർഡ് മാത്രം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റൈലിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് സ്മോൾ ടാഗ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് നമുക്ക് ഡെൽ ടാഗ് യൂസ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് അടുത്തൊരു സെൻറ്റൻസ് എഴുതാം. ടുഡേ ഈസ്, എന്നിട്ട് നമുക്ക് ഡെൽ ടാഗ് യൂസ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എഴുതാം തേഴ്സ്ഡേ, എന്നിട്ട് ബാക്കി വന്നിട്ട് എൻഡിൽ വന്നിട്ട് ഫ്രൈഡേ എന്ന് എഴുതാം. ഒരു ബ്രേക്ക് ടാഗ് കൊടുക്കാം. സേവ് ചെയ്യാം. ബ്രൗസർ ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ തേഴ്സ്ഡേ എന്ന വാക്ക് സ്ട്രൈക്ക് ഔട്ട് ആയിരിക്കുകയാണ്. അപ്പോൾ ഇതിനു വേണ്ടിയാണ് നമ്മൾ ഡെൽ ടാഗ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്ത ടാഗാണ് ഇൻസേർട്ട് ടാഗ്. അപ്പോൾ നമുക്ക് അതിനു വേണ്ടി അടുത്തൊരു സെൻറ്റൻസ് എഴുതാം. ബസ് വിൽ അറൈവ് ഓൺ ടൈം അറ്റ്. INS ടാഗ് യൂസ് ചെയ്യാം. ഇൻസേർട്ട് ടാഗ് എന്ന് പറയും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എഴുതാം പോണ്ടിച്ചേരി ബസ് സ്റ്റേഷൻ. എൻഡിലൊരു ബ്രേക്ക് ടാഗ് കൊടുക്കാം. സേവ് ചെയ്യാം. ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അപ്പം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ പോണ്ടിച്ചേരി എന്ന വേർഡ് ഒരു അണ്ടർലൈൻഡ് വേർഡാക്കി മാറ്റി. ഓക്കെ, ഇനി അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടാഗാണ് സബ്സ്ക്രിപ്റ്റ് ടാഗ്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർമുല, അതായത് നമ്മുടെ കെമിക്കൽ ഫോർമുലേഴ്സ് ഒക്കെ നമ്മൾ എഴുതാൻ വേണ്ടിയാണ് സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഒരു സെൻറ്റൻസ് എഴുതാം. ഫോർമുല ഫോർ വാട്ടർ ഈസ്, എച്ച് എഴുതാം. എന്നിട്ട് നമുക്ക് സബ് എന്ന് ടാഗ് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 എഴുതാം. എന്നിട്ട് വെളിയിൽ വന്നിട്ട് O എഴുതാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ബ്രേക്ക് ടാഗ് ഇടാം. എന്നിട്ട് സേവ് ചെയ്യാം. നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് ഈ H2O എന്ന വാക്ക്, ഈ ഒരു കെമിക്കൽ നെയിം, ഇതിൽ 2 എന്ന നമ്പർ ഈ കാണുന്ന ബാക്കി ലെറ്റേഴ്സിനെക്കാട്ടി കുറച്ച് താഴെയാണ് കാണാൻ കഴിയുന്നത്. റൈറ്റ്, അപ്പോൾ ഇങ്ങനെ എഴുതാൻ വേണ്ടിയാണ് നമ്മൾ സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ടാഗാണ് സൂപ്പർ സ്ക്രിപ്റ്റ്. അത് നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ ഫോർമുലയൊക്കെ എഴുതാൻ വേണ്ടിയുള്ള ടാഗാണ്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ആൽജിബ്രയിലൊക്കെ നമ്മൾ എഴുതിക്കൊണ്ടിരുന്ന ഒരു ഫോർമുല നമ്മളിവിടെ എഴുതാം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത് സൂപ്പർ സ്ക്രിപ്റ്റാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യമേ എഴുതാം A+B. എന്നിട്ട് ഹോൾ സ്ക്വയർ എഴുതണമെങ്കിൽ നമുക്ക് സൂപ്പർ സ്ക്രിപ്റ്റ് യൂസ് ചെയ്യണം. അതിനുവേണ്ടി SUP എന്ന ടാഗ് യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ 2 എഴുതാം. ഓക്കെ, എന്നിട്ട് വെളി വന്നിട്ട് =, കൊടുത്തിട്ട് നമുക്ക് എഴുതാം A. അതിനുശേഷം പിന്നെയും സൂപ്പ് ടാഗ് യൂസ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ 2 എഴുതാം. എന്നിട്ട് വെളി വരാം. എന്നിട്ട് പ്ലസ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് B എഴുതാം. പിന്നെ നമുക്ക് SUP ടാഗ് യൂസ് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് 2 എഴുതാം. പിന്നെയും എൻഡിൽ വരാം. പിന്നെയും പ്ലസ് അടിക്കാം. പിന്നെയും എന്തെഴുതാം 2AB. എന്നിട്ട് നമുക്ക് ഇത് സേവ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് A+B² = A² + B² + 2AB. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഫോർമുലയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എഴുതുന്ന ടാഗാണ് SUP ടാഗ് അല്ലെങ്കിൽ സൂപ്പർ സ്ക്രിപ്റ്റ് ടാഗ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ചെയ്യുന്നത് HTML. അപ്പോൾ ഈ വീഡിയോ ഒന്നുകൂടെ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ഈ വീഡിയോയിൽ ഇത്രമാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
Wisemen Malayalam channel ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. Thank you so much for watching. You have a great day.